ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ചീസി ആയിട്ടൊരു ലോട്ടർ ഫ്രൈസിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 350 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഒറിഗാനോ പൗഡർ, കുറച്ച് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ രൂപത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല തണുത്ത വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി ഒന്ന് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങിലേക്ക് ഇനി കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്ന വിധത്തിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത് ഉരുളക്കിഴങ്ങ് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ മാറ്റി ആ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. മൈദ ചേർത്ത് ഒന്ന് വറുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി പാലൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 4 സ്ലൈസ് ചീസ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചീസ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതുപോലെ കുറുകി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് നാരങ്ങ നീരും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ ക്രീം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ചിക്കനും ഇതിലേക്കൊന്ന് പിച്ചിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചീസി ലോട്ടർ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലൂടെ മയോനൈസും കെച്ചപ്പും എല്ലാം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കെച്ചപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് ചപ്പ് കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലോട്ടർ ഫ്രൈസ് ആണ്. ഉറപ്പായിട്ടും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ മറക്കാതെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള റെസിപ്പീസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.